നമസ്കാരം. ഇന്ന് നമ്മളൊരു യാത്ര പോവുകയാണ്. ദശലക്ഷം കണക്കിന് ആളുകൾ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരാളുടെ വിശുദ്ധമായ ചരിത്രത്തിലേക്ക്. 12ാമത്തെ ഇമാം എന്നറിയപ്പെടുന്ന ആ മഹാപുരുഷന്റെ കഥയിലേക്കാണ് ഈ യാത്ര. നമുക്ക് ആ കഥയിലേക്ക് ഒന്നിറങ്ങിച്ചെന്നാലോ? ഈ ഒരു ചരിത്രത്തിന്റെ എല്ലാം തുടക്കം ഈ ഒരു വാക്കിൽ നിന്നാണ്. ഈ ലോകം എപ്പോഴാണോ അടിച്ചമർത്തലും അനീതിയും കൊണ്ട് നിറയുന്നത്, അപ്പോ അദ്ദേഹം വരും. വന്നിട്ട് ഭൂമിയെ നീതി കൊണ്ടും സമത്വം കൊണ്ടും നിറയ്ക്കും. ഒന്നാലോചിച്ചു നോക്കൂ, എത്ര വലിയൊരു ദൗത്യമാണ് ആ വരാനിരിക്കുന്ന രക്ഷകന്, അതായത് മഹദിക്കുള്ളതെന്ന് ഈ ഒരൊറ്റ വാചകം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അപ്പോ 12ാമത്തെ ഇമാമിന്റെ ജനനത്തെക്കുറിച്ചുള്ള ഈ കഥയുണ്ടല്ലോ, ഇതിന് ശരിക്കും ഒരു പ്രത്യേകതയുള്ളതാക്കുന്നത് എന്താണെന്നറിയാമോ? ഇതൊരു കേട്ടുകേഴ്വിയല്ല, മറിച്ച് ഒരു ദൃക്സാക്ഷി വിവരണമാണ്. അതും ആരാണെന്നോ? അദ്ദേഹത്തിന് സ്വന്തം പിതാമഹന്റെ സഹോദരി ഹക്കീമ ബീബി തന്നെ നേരിട്ട് കണ്ടറിഞ്ഞ കാര്യങ്ങളാണ് നമ്മൾ ഈ കേൾക്കാൻ പോകുന്നത്. അങ്ങനെ ഒരു ദിവസം 11ാമത്തെ ഇമാം ഹക്കീമ ബീവിയെ വിളിച്ചിട്ടൊരു കാര്യം പറഞ്ഞു. അമ്മായി, ഇന്നത്തെ നോമ്പുതുറ നമ്മുടെ കൂടെ ആവാം. പക്ഷെ അതിന്റെ കൂടെ അദ്ദേഹം പറഞ്ഞ കാര്യമാണ് ശരിക്കും നിഗൂഢമായിരുന്നത്. കാരണം ഈ രാത്രിയിൽ അല്ലാഹു തന്റെ ഹുജ്ജയെ, അതായത് ഈ ലോകത്തിലുള്ള അവന്റെ തെളിവിനെ കൊണ്ടുവരാൻ പോകുകയാണ്. ആ ഒരൊറ്റ വാചകത്തോടെ വലിയൊരത്ഭുതത്തിനുള്ള കാത്തിരിപ്പും തുടങ്ങി. പക്ഷേ ഇവിടെയാണ് കഥയിലെ ഒരു ട്വിസ്റ്റ്. എല്ലാവരെയും അത്ഭുതപ്പെടുത്തിയൊരു കാര്യമെന്താന്ന് വെച്ചാൽ, ആ കുഞ്ഞിന്റെ അമ്മയായ നർഗീസിൽ ഗർഭത്തിന്റെ ഒരു ലക്ഷണവും കാണാനുണ്ടായിരുന്നില്ല. അതെങ്ങനെ ശരിയാകും? ഈയൊരു ചോദ്യമാണ് ആ ജനനത്തിന് ഒരു ദൈവീക അത്ഭുതത്തിന്റെ പരിവേഷം കൊടുക്കുന്നത്. ഹക്കീമ ബീവി ആ അത്ഭുത ജനനം വിവരിക്കുന്നത് ഇങ്ങനെയാണ്. ആ കുഞ്ഞ് ജനിച്ചത് തന്നെ പൂർണ്ണമായും ശുദ്ധമായിട്ടായിരുന്നു. പക്ഷെ അതിലുമുപരി എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ജനിച്ച ആ നിമിഷം തന്നെ ആ കുഞ്ഞ് ഭൂമിയിൽ സാഷ്ടാംഗം ചെയ്തു എന്നാണ് പറയുന്നത്. അത്ഭുതങ്ങൾ അവിടെയും തീർന്നില്ല കേട്ടോ. ആ ജനിച്ചു വീണ കുഞ്ഞിന്റെ ആദ്യത്തെ വാക്കുകൾ എന്തായിരുന്നു എന്നറിയാമോ? അല്ലാഹുവല്ലാതെ വേറൊരു ദൈവമില്ലെന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. മുഹമ്മദ് അല്ലാഹുവിന്റെ ദൂതനാണെന്നും ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. ശരിക്കും പറഞ്ഞാല് ജനിച്ച ആ നിമിഷം തന്നെ തന്റെ സ്ഥാനം എന്താണെന്ന് ആ കുഞ്ഞ് ലോകത്തോട് വിളിച്ചു പറയുകയായിരുന്നു. ശരി, ഇനി നമ്മൾ ഇമാമിന്റെ ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട, ഒരുപക്ഷെ ഏറ്റവും നിഗൂഢമായൊരു ഘട്ടത്തിലേക്കാണ് കടക്കുന്നത്. ഇതിനെ ഗൈബ എന്ന് പറയും. മലയാളത്തിൽ നമുക്ക് തിരോധാനം എന്നൊക്കെ പറയാം. എന്താണിത്? സിമ്പിളായി പറഞ്ഞാൽ, ഇമാം നമ്മുടെയെല്ലാം കണ്ണിൽ നിന്നും മറഞ്ഞിരിക്കുന്ന ഒരു കാലഘട്ടം. പക്ഷേ അദ്ദേഹം മരിച്ചിട്ടില്ല, ഈ ലോകത്ത് ജീവനോടെയുണ്ട്, പക്ഷെ ആർക്കും കാണാൻ കഴിയില്ല. അപ്പോ ഈ തിരോധാനം അല്ലെങ്കിൽ ഗൈബയ്ക്ക് 2 സ്റ്റേജുകളുണ്ട്. ആദ്യത്തേതിനെ ചെറിയ തിരോധാനം അഥവാ ഗൈബത്ത് സുഗ്ര എന്നു പറയും. ഇത് ഏകദേശം ഒരു 70 വർഷത്തോളം നീണ്ടുനിന്നു.